മോർണിംഗ് ഫീച്ചർ മാനേജേഴ്സ് വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ നമ്മൾ ഇന്ന് ഗെയിം ആൻഡ് ടൂർണമെൻറ്റിനെ പറ്റി എല്ലാം നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതോടെ നിങ്ങൾക്ക് ഗെയിം ആൻഡ് ടൂർണമെൻറ്റ് പക്കയാവും, അതിൻ്റെ ബേസിക്സ് മൊത്തം. പിന്നെ നമുക്ക് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. പിന്നെ പ്രാക്ടീസാണ് ഏറ്റവും വലിയത്. അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ നോക്കൗട്ട് ടൂർണമെൻറ്റ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. സോ ഇതിൽ ഞാൻ ഇതിൻ്റെ ഡെഫിനിഷനെ പറ്റി എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അതൊന്ന് വായിച്ച് നോക്കാം. അതൊരു ബേസിക് കോൺസെപ്റ്റാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. ഒരു മാച്ച് രണ്ടുപേര് ഇപ്പം ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഒരു മാച്ച് നടക്കുകയാണ്. ആ മാച്ചിൻ്റെ അകത്ത് ഇപ്പം കുറേ ടീംസ് ഉണ്ട്. അതിലൊരു ടീമാണ് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ്. ഇവർക്ക് ഒരൊറ്റ ഗെയിം മാത്രമേ കിട്ടുള്ളൂ. ആ ഗെയിം ഇപ്പം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ അടുത്ത റൗണ്ടിലോട്ട് പോകും, ന്യൂസിലാൻഡ് നേരെ ഔട്ടാവും. എന്ന് പറഞ്ഞാൽ അടുത്ത അവർക്ക് വേറൊരു മാച്ച് ഇല്ല, അവർ നേരെ എലിമിനേഷനാണ്. നോക്കൗട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ടീം വിജയിക്കുകയാണെങ്കിൽ അവർ അടുത്ത റൗണ്ടിലോട്ട് പോകും, തോക്കണ ടീം നേരെ എലിമിനേറ്റ് ആയി പോകും. ഇതാണ് നോക്കൗട്ട് ടൂർണമെന്റിന്റെ മെയിൻ കോൺസെപ്റ്റ്. സോ നമുക്കിപ്പം നമ്മളെ ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യം തന്നെ എടുത്തു നോക്കാം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ക്രിക്കറ്റ് ആണ്. സോ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ സെമി ഫൈനൽ ആരുമായിട്ടായിരുന്നു? സെമി ഫൈനലിൽ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ആയിരുന്നു. പിന്നെ വേറെ ഏതൊക്കെ ടീം? സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും ആയിരുന്നു. അപ്പം ഇതിലാര് ജയിച്ച്? ഇന്ത്യ ജയിച്ച് അല്ലേ? ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയിൽ ആര് ജയിച്ച്? സോറി, ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയിൽ ആര് ജയിച്ച്? സൗത്ത് ആഫ്രിക്ക ജയിച്ച്. ഇന്ത്യ ജയിച്ച്. ഇവിടെ ന്യൂസിലാൻഡ് ജയിച്ചു. സോറി, അപ്പം ന്യൂസിലാൻഡ് ജയിച്ചപ്പം ഓസ്ട്രേലിയ ഔട്ടായിപ്പോയി, സൗത്ത് ആഫ്രിക്ക ഔട്ടായിപ്പോയി. സോ ഫൈനൽ ആരൊക്കെ ആയിട്ടായിരിക്കും? ഫൈനൽ വന്നിട്ട് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ആയിരിക്കും. അപ്പം ഇന്ത്യ ജയിച്ച് അല്ലേ? ഇന്ത്യയല്ലേ ജയിച്ചത്. അപ്പം ഇന്ത്യ ജയിച്ച സമയത്ത് നമുക്ക് എന്തെന്ന് മനസ്സിലായി? അതിൽ നിന്ന് നമ്മുടെ ഈ നോക്കൗട്ട് ടൂർണമെന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ചിന്തിക്കുന്നത് നമ്മളെ ഫൈനലും സെമി ഫൈനലും പോലെയാണ്. സെമി ഫൈനലിൽ ഔട്ടായ നേരെ വീട്ടിൽ പോവാം അല്ലേ? നേരെ വീട്ടിൽ പോവാം. പാകിസ്ഥാനൊക്കെ പോയതുപോലെ അവർക്ക് നേരത്തെ ഔട്ടായി പോയി അല്ല, ഓസ്ട്രേലിയ ഒക്കെ ബാഗും പാക്ക് ചെയ്ത് പോകണമല്ല. ഫൈനലിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ. അതാണ് നമ്മളെ ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ലൂസർ ഔട്ടാവും. ആദ്യത്തെ റൗണ്ട് ആണെങ്കിലും രണ്ടാമത്തെ റൗണ്ട് ആണെങ്കിലും ലൂസർ ഔട്ടായ പിന്നെ അവർക്കൊരു മാച്ച് ഇല്ല. ഒരു ടീം എടുക്കുകയാണ് നമ്മളൊരു 8 ടീം എടുക്കുകയാണ്. 8 ടീം എടുക്കുകയാണ്. A B C D E F G H അങ്ങനെ ഒരു 8 ടീം നമ്മൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം, പ്രത്യേകിച്ച് ഈ നോക്കൗട്ട് ടൂർണമെന്റ്സിന് നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പം ആദ്യത്തെ ആള് അവസാനത്തെ ആളുമായിട്ടായിരിക്കും കളിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പം ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നത്. ഇപ്പം സെക്കൻഡ് ലാസ്റ്റ് ആളും സെക്കൻഡ് ആളുമായിരിക്കും കളിക്കുന്നത്. സോ അടുത്ത് സിയും എഫും ആയിട്ടായിരിക്കും, ദെൻ ഡിയും ഇയും ആയിട്ടായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട്. ഫസ്റ്റ് റാങ്കിലുള്ള ആളും ലാസ്റ്റ് റാങ്കിലുള്ള ആളും ആയിരിക്കും മാച്ച് കളിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഉള്ള ആളും സെക്കൻഡ് ലാസ്റ്റ് ഉള്ള ആളുമായിട്ടായിരിക്കും മാച്ച് കളിക്കുന്നത്. സോ അങ്ങനെയായിരിക്കും നമ്മുടെ ടൂർണമെന്റ്സ് പോകുന്നത്. നമ്മുടെ ടൂർണമെന്റ്സ് മെയിൻലി കണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് റൗണ്ട് 1 എടുക്കാം. ആദ്യത്തെ റൗണ്ട് ആരൊക്കെ ആയിട്ടാണ്? ആദ്യത്തെ നമ്മളിവിടെ എന്തോന്ന് ആരൊക്കെ എഴുതി വെച്ചത്? എയും ഹെച്ചും. അടുത്ത രണ്ടാമത്തേത് ഡിയും ജിയും. മൂന്നാമത്തെ സിയും എഫും. ദെൻ ഡിയും ഇയും. ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? 8 പീപ്പിൾസ് ആണ്. ടോട്ടൽ 4 മാച്ചസ് ആണ് അവർ കളിച്ചത്. നമ്പർ ഓഫ് മാച്ചസ് ഞാൻ ഇവിടെ എഴുതി. നമ്പർ ഓഫ് മാച്ചസ്. സോ റൗണ്ട് 1 കഴിഞ്ഞു. അടുത്ത നമുക്ക് റൗണ്ട് 2 എടുക്കുകയാണ്. റൗണ്ട് 2 എത്രയാണ്? ഇതിന്റെ പാതി ആളുകളായി വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരാള് ജയിച്ച് അല്ലേ? ഇപ്പം എയോ ബിയോ സിയോ ഇയോ ആർക്ക് വേണോ ജയിക്കാം അല്ലേ? ഇപ്പൊ ഇതിൽ ആരോ ഒരാൾ ജയിച്ചിട്ടാണ് അപ്പുറത്ത് പോകണത്. ബാക്കി ഒരാൾ തോറ്റ് ബാഗ് എടുത്തോണ്ട് വീട്ടിൽ പോകും. അപ്പം മെയിൻലി അങ്ങനെ 4 പേരാണ്. 4 പേരായിരിക്കും ഇതിന്റെ അകത്തോട്ട് കയറുന്നത് റൗണ്ട് 2. അപ്പം മെയിൻലി നമ്മൾ എടുക്കേണ്ടത് ആദ്യം കിടക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്. ഫസ്റ്റ് റാങ്കുള്ള ആളായിരിക്കോ 7th റാങ്കുള്ള അല്ലെങ്കിൽ 10th റാങ്കുള്ള ആളായിരിക്കോ ജയിക്കുന്നത്? എന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കളിച്ച് ആര് ജയിക്കും? ഇന്ത്യയല്ലേ ജയിക്കുള്ളൂ. ഇന്ത്യ നമ്പർ 1 ടീമല്ലേ? സോ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ എ ആയിരിക്കും ജയിക്കുന്നത്. ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി. സോ നമ്മളെ ഇപ്പുറത്തെ റൗണ്ടിലോട്ട് ആരൊക്കെ ആയിരിക്കും വരുന്നത്? എ ബി സി ഡി. സോ നമ്മളെ സെയിം കോൺസെപ്റ്റ്. ആദ്യത്തെ ആളും അവസാനത്തെ ആളുമായിട്ടായിരിക്കും
ടൂർണമെന്റ് നടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ആളും സെക്കൻഡ് ലാസ്റ്റ് ആളുമായിട്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ എയും ഡിയും തമ്മിലായിരിക്കും മാച്ച് നടക്കുന്നത്. ദെൻ ബിയും സിയും ആയിട്ടായിരിക്കും നമ്മുടെ മാച്ച് നടക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 പീപ്പിൾസ് ആയിരിക്കും, 4 പ്ലേയേഴ്സ് ആയിരിക്കും നമ്മളെ റൗണ്ട് 2-ലുള്ള. നമ്മളിവിടെ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ ടീംസ് എന്നാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ കാര്യമാക്കണം, ഞാൻ ഇത് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതാണ്. സോ ഇവിടെ എത്ര നമ്പർ ഓഫ് മാച്ചസ് 2 ആണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ റൗണ്ട് 3 വന്നപ്പോഴും എന്തുവാടാ, ഈ റാങ്ക് 1 ആയിട്ടുള്ള എ അല്ലേ ജയിക്കുള്ളൂ, റാങ്ക് 2 ആയിട്ടുള്ള ബി അല്ലേ ജയിക്കുള്ളൂ. സോ നമ്മളെ ഫൈനലിലോട്ട്, ഇത് നമ്മളെ സെമി ഫൈനലാണ്. സെമി ഫൈനലിലോട്ട് 4 പേരും, ലാസ്റ്റ് ഫൈനലിൽ 2 പേരല്ലേ കളിക്കുള്ളൂ. സോ നമ്മളെ എയും ബിയും ആയിട്ടായിരിക്കും നമ്മുടെ ടൂർണമെന്റ് നടക്കുന്നത്. അതിൽ നമ്മൾ മെയിൻലി എടുക്കുന്നത് നമ്മുടെ എ വിന്നർ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ അത് ഡിപ്പെൻഡ് ചെയ്താണ്, ഓരോ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ അത് എഴുതേണ്ടത്. സോ ഇവിടെ 1. അങ്ങനെ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് എത്രയാണ്, ഇവിടെ 2 ടീംസും ലാസ്റ്റ് കാണും. അങ്ങനെ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് എത്രയാണ്, 6, 7 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ്, 7 ആണ്. ഈ നമ്പർ ഓഫ് മാച്ചസ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്തോന്ന് പറയുമ്പം നമ്മുടെ ഈ എഴുതിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറ, എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് അറിയാമോ, ദി നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ടീം -1 ആണ്. അത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കും. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, നോട്ട് ചെയ്ത് തന്നെ വെക്കണം. നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ്, നമ്പർ ഓഫ് ടീം -1 ആയിരിക്കും. കാരണം എന്താണ്, ലോജിക് ആലോചിച്ച് നോക്ക്, 7 പേര് എന്തായാലും എലിമിനേറ്റ് ആവും ഈ ക്വസ്റ്റ്യനിൽ. അതിൽ ഒരാളായിരിക്കും വിന്നർ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 1 എടുത്തിട്ടുള്ളത്. അതായിരിക്കും നമ്മളെ നമ്പർ ഓഫ് മാച്ചസ്. വേറെ ഒന്നും വിചാരിക്കേണ്ട. നമ്പർ ഓഫ് മാച്ചസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ നമ്പർ ഓഫ് ടീം -1. ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, എത്ര ടീമുണ്ട്, 8 ടീം, -1, 7 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായ? അതുപോലെ തന്നെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ്, ഒരു 100 ടീമുണ്ട്. അപ്പൊ അവർ എത്ര മാച്ച് പ്ലേ ചെയ്തിട്ടുണ്ട്, എത്ര മാച്ച് അവര് ടൂർണമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 100 - 1 99 മാച്ചസ് അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? എന്തെളുപ്പം നോക്കിയേ. ഇത് അറിഞ്ഞുകൂടാത്തവർ എന്ത് ചെയ്യും, ഇത് പ്ലസ് ചെയ്തോണ്ടിരിക്കും. മനസ്സിലായ? -1 99 ആണ് നമ്മുടെ ആൻസർ. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തോന്ന് അറിയാമോ, നിങ്ങള് ഓരോ മാച്ച് കളിക്കുമ്പോഴും അതിന്റെ ഹാഫ് ആയിരിക്കും അടുത്ത മാച്ച്. എന്താ, 4ന്റെ ഹാഫ് ആണ് 2, അടുത്ത അതിന്റെ ഹാഫ് ആയിരിക്കും അടുത്ത് വരുന്നത്. 2ന്റെ ഹാഫ് ആണ് 1. സോ ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്. സോ നമ്മൾ ഒരിക്കലും ഈ മാച്ചസ് ഹാഫ് എടുത്താണ് പോണതെന്ന് മറന്നു പോകാൻ. ഇപ്പൊ നമ്മളതിൽ ഒരു നമ്പർ ഓഫ് ടീംസ് 64 പേരാണെങ്കിൽ നമ്മളെ നമ്പർ ഓഫ് മാച്ചസ് അവരെത്രയാണ് കണ്ടുപിടിക്കുന്നത്, അവരെത്രയാണ് കളിക്കുന്നത്. 64 - 1 എത്രയാണ്, 63 ആണ്. 63 മാച്ചസ് ആയിരിക്കും അവർ കളിക്കുന്നത്. സോ അടുത്ത് നമുക്ക് എത്ര റൗണ്ട് ഉണ്ടെന്ന് പറയും. എത്ര റൗണ്ട് അവര് നമ്മൾ ഫൈനല്, സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ, അങ്ങനെ എത്ര റൗണ്ട്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും. സോ നമ്മുടെ റൗണ്ട് 1 നമുക്ക് 64 ആളുകളുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് എടുക്കാം. റൗണ്ട് 1 നമുക്ക് 64 ആളുകളുണ്ട്. എന്നാൽ റൗണ്ട് 2 ആകുമ്പോഴോ ഇതിന്റെ ഹാഫ് ആണ് എന്ന് പറയുമ്പോൾ 32. അടുത്ത റൗണ്ട് 3 ആകുമ്പോൾ ഇതിന്റെ ഹാഫ് ആണ് എന്ന് പറയുമ്പോൾ 16. ദെൻ റൗണ്ട് 4 ആകുമ്പോൾ ഇതിന്റെ ഹാഫ് 8. റൗണ്ട് 5 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാഫ് എത്ര, 4. ദെൻ റൗണ്ട് 6 എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇതിന്റെ ഹാഫ് എത്ര, 2 ആണ്. സോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം. കാരണം നമ്മൾ 2 ആളുകൾ തമ്മിൽ മാത്രമേ ടൂർണമെന്റ്സ് നടക്കുള്ളൂ, അല്ലാതെ ഒരാളെ കൊണ്ട് മാത്രം ഇങ്ങനെ ടൂർണമെന്റ് നടക്കും. സോ അത് ലോജിക്കാണ്. സോ അവിടെ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ നിർത്തും. അതാണ് നമ്മൾ അപ്പൊ എത്ര റൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറഞ്ഞ് എല്ലാവരും നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറഞ്ഞ് 6 എന്ന് എഴുതി. ഇത്രയും ടൈം കിട്ടുമോ നമുക്ക് കേറ്റ് എക്സാമിന് ഇത്ര എഴുതാൻ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 64 എന്ന് പറയുന്നത് 2ന്റെ പവറിൽ എത്രയാണ് വരുന്നത്, 2⁻6 ആണ് എന്തോന്ന്, 64. സോ ആ 6 ആണ് നമ്മൾ എന്തോന്ന് എഴുതുന്നത്, നമ്പർ ഓഫ് മാച്ചസ് എന്ന് എഴുതുന്നത്.
എന്നാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? 8 നമ്മളെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്, 8. സോ നമ്മൾ എന്തോന്ന് എഴുതും? ഈ നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറഞ്ഞിട്ട്, നമ്പർ ഓഫ് മാച്ചസ് അല്ലല്ലോ, നമ്പർ ഓഫ് റൗണ്ട് ആണ്, നമ്പർ ഓഫ് റൗണ്ട്സ് ആണ്, നമ്പർ ഓഫ് റൗണ്ട്. മാച്ചസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 64 - 1, നമ്പർ ഓഫ് റൗണ്ട്സ് ആണ്, നമ്പർ ഓഫ് റൗണ്ട്. സോ ഇവിടെ 8 കിട്ടിയ 2⁻³ ആണ് നമ്മുടെ 8. സോ നമുക്ക് എന്തോന്നാണ് കിട്ടും? നമ്പർ ഓഫ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എത്ര റൗണ്ട് എന്ന് കിട്ടും? 3 എന്ന് പറഞ്ഞു കിട്ടും. ക്വസ്റ്റ്യനിൽ എപ്പോഴും നമുക്ക് ഒരു ഡയറക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. സോ അത് വായിച്ചിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ലെറ്റസ് സേ ഇൻ എ ടൂർണമെന്റ് ദർ ഇസ് 64 എടുക്കണം, 64 പ്ലേയേഴ്സ്, പവർ ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദർ റാങ്ക് ടു ദി 1 to 64 എന്ന് ഞാൻ എടുക്കുകയാണ്. 1 മുതൽ 64 വരെ റാങ്കിലുള്ളവരാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇതിൽ എന്തോന്നാണ് പറഞ്ഞിട്ടുള്ളത്? ദർ വിൽ ബി n/2 മാച്ചസ് റൗണ്ട് 1-ൽ. അപ്പൊ റൗണ്ട് 1-ൽ എത്ര? 32 മാച്ച് എന്തായാലും നടക്കും. കാരണം 64 ടീം ഇപ്പൊ ഉണ്ട്, 64 ടീം ഉണ്ടെങ്കിൽ 32 മാച്ചുകൾ നടക്കും അല്ലേ? സോ മാച്ച് 1 എന്ന് പറയുമ്പോഴേ സോ ഇതിൽ എന്തോന്നാ മാച്ച് 1 എന്ന് പറയുമ്പോൾ സീഡ് 1 വിൽ പ്ലേ അഗൈൻസ്റ്റ് സീഡ് n എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആള്, ഫസ്റ്റ് റാങ്കിലുള്ള ആള് ആരോടെ ടൂർണമെന്റ് കളിക്കും? 64ന്റെ ഓടെ. രണ്ടാമത്തെ ആൾ ആരോടെ കളിക്കും? n-1 എന്ന് പറയുമ്പോൾ 63യുടെ ഓടെ. സോ മൂന്നാമത്തെ ആൾ 62. അങ്ങനെ പോകും, അങ്ങനെ പോകും. മനസ്സിലായോ? സോ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്താണ് 64 + 1 എന്തോന്നാണ്? 65. 63 + 1 എത്രയാണ്? 65. 3 + 62 എത്രയാണ്? 65. ഇപ്പൊ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൂ പ്ലേസ് വിത്ത് 8? 8ന്റെ ഓടെ ആര് ടൂർണമെന്റ് കളിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 64 - 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57 ആണ്. സോറി, 64 അല്ല, 65 ആണ്. 65 നിന്ന് 8 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 57 എന്ന് കിട്ടും. സോ നമ്മളോടെ 8ന്റെ ഓടെ ആരായിരിക്കും ടൂർണമെന്റ് കളിക്കുന്നത്? 57 ആയിരിക്കും. ഇതായിരിക്കും നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും വരുന്നത്. എന്ന് പറയുമ്പം നമ്മളെ കയ്യിൽ ഫസ്റ്റ് റാങ്കിലുള്ള ആള് ലാസ്റ്റ് റാങ്കിലുള്ള ആളിൻ്റെ കൂടെ കളിക്കും, സെക്കൻഡ് റാങ്കിലുള്ള ആള് സെക്കൻഡ് ലാസ്റ്റിലുള്ളവർ. അങ്ങനെ ആയിരിക്കും നമ്മളെ പാറ്റേൺസ് പോകുന്നത്. ഇപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് 10ാമത്തെ ആൾ ആരാണ് എന്ന് പറയുമ്പോൾ 65 നിന്ന് 10 കുറച്ച് എത്ര? 55. 55ാമത്തെ ആളാണ് നമ്മളോടെ ഒരു 10ന്റെ ഓടെ കളിക്കുന്നത്. ഇതിപ്പം ചോദിക്കുകയാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ 23ാമത്തെ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 65 നിന്ന് 23 കുറച്ച് എത്ര? 2, 4, 42 എന്ന് കിട്ടും. അടുത്ത നമുക്ക് ഒരു പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കാം, അപ്സെറ്റ്. സെയിം കോൺസെപ്റ്റ് ആണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മളടുത്ത് പൊതുവെ നമ്മൾ പറഞ്ഞ എന്താണ്? ഫസ്റ്റും 64ഉം സെക്കൻഡും 63യും ടൂർണമെന്റ് കളിക്കുകയാണെങ്കിൽ തേർഡ് ആളും 62 ആളും ആയിരിക്കും കളിക്കണം. അങ്ങനെ നമ്മളെ 32ന്റെ പാതി, 64ന്റെ പാതി എത്രയാണ്? 32. അതായിരിക്കും നമ്മളെ ലാസ്റ്റ് ആയിട്ട് കളിക്കുന്ന ആള്. ബാക്കി 33 ആയിരിക്കും. പിന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരൂലേ? സോ നമ്മുടെ ഈ അപ്സെറ്റ് അല്ലാത്തതിന് നമ്മൾ എന്തോന്നാണ് പഠിച്ചത്? അല്ലാത്തതിന് അതൊക്കെ വിട്. ഞാൻ എന്തോന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്? എന്തോന്ന്? ഫസ്റ്റത്തെ ആളിന്റെ കൂടെ ലാസ്റ്റത്തെ ആള് കളിക്കുക. അപ്പൊ ലോജിക്കലി എന്തോന്നാണ്? 1ാമത്തെ റാങ്കിലുള്ള ആള് ബോക്സിങ് ചെയ്ത് 64ാമത്തെ ഉള്ളവനെ ഇടിച്ച് തോപ്പിക്കൂലേ? അതാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്, ആ ലോജിക്ക് വെച്ചിട്ട്. എന്നാൽ ക്വസ്റ്റ്യന്റെ അകത്ത് നമ്മളടുത്ത് ചോദിക്കുകയാണ് അപ്സെറ്റ് എന്ന് കണ്ട ഉടനെ നിങ്ങൾ മാറ്റിക്കൊള്ളണം. ഇപ്പൊ 6ഉം 1ഉം 64ഉം 2 63 3 62 ഇതിന്റെ അകത്ത് പറയണമെന്ന് പറയുമ്പോൾ അപ്സെറ്റ് എന്ന് കണ്ട ഉടനെ നിങ്ങൾ എഴുതിക്കൊള്ളണം ഫസ്റ്റത്തെ ആള് തോക്കാൻ പ്രോബബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പം 64 ജയിക്കും എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡും ആരും പാകിസ്ഥാനും എടുത്ത പാകിസ്ഥാൻ ചെറിയ ടീമാണ്, എന്നാൽ പാകിസ്ഥാൻ ചിലപ്പം ജയിച്ചെന്നിരിക്കും, ഒരു പ്രോബബിലിറ്റിയാണ്. എന്നാൽ ഈ അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ജയിച്ച് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ റാങ്കുള്ള ആള് ജയിച്ച്. അപ്പം നമ്മുടെ 62 ജയിച്ച്, ഇവിടെ 63 ജയിച്ച്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇപ്പം നമ്മളടുത്ത് ഇവിടെയാണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 32 എടുക്കൂല, 33 ആയിരിക്കും നമ്മുടെ ആൻസർ. എന്ന് പറയുമ്പോൾ നമ്മുടെ ലോവസ്റ്റ് റാങ്കിലുള്ള ആള് ഹയസ്റ്റ് റാങ്കിലുള്ള ആളിനെ തോൽപ്പിക്കും. അത്രേ ഉള്ളൂ ഇതിന്റെ മീനിങ്. അപ്സെറ്റ് കണ്ടാൽ നിങ്ങൾ എന്തോന്ന് ഞാൻ എടുക്കണം? ലോ റാങ്കിലുള്ള ആള് ജയിക്കുമെന്ന് എടുക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞ ബേസിക്സ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രാപ്തരായെന്നാണ് അർത്ഥം. നമുക്ക് ഒരു ഇതാണ്ട ഇതൊരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയറിന്റെ ബേസിക് ലെവൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. സോ ദി 32 പ്ലേയേഴ്സ് വിത്ത് ദി നെയിം P01 P02 അപ് ടു ഇവിടെ കുത്തുകുത്തുണ്ട്. സോ നമ്മളടുത്ത് പറയണെന്ന് പറയുമ്പം P01 എന്ന് പറഞ്ഞ് നമ്മളെ പ്ലെയർ 1 അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന. P02 അപ് ടു P32 വരെയാണ് നമ്മൾ പ്ലേയേഴ്സിന്റെ നമ്പർ കൊടുക്കുന്നത്. സീഡ് ഫ്രം ഹയസ്റ്റ് 1 ടു ദി ലോവസ്റ്റ് 32 റെസ്പെക്റ്റീവ്ലി. ഹൂ പ്ലേസ് ഇൻ ദി അസോസിയേറ്റ്. ഓക്കെ, അതെല്ലാം വായിച്ചു നോക്കണം നിങ്ങൾ. സോ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പം ഇതിൽ ഫസ്റ്റ് റൗണ്ട് ഉണ്ട്, സെക്കൻഡ് റൗണ്ട് ഉണ്ട്, ക്വാർട്ടർ ഫൈനൽ ഉണ്ട്, സെമി ഫൈനൽ ഉണ്ട്, പിന്നെ ഫൈനലാണ്. അത് നമുക്ക് എന്തായാലും അറിഞ്ഞൂടെ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. 32 എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് 2⁵5 എന്നല്ലേ. അപ്പൊ അതിനർത്ഥം എന്തോന്നാണ് 5 റൗണ്ട്സ് ഉണ്ടെന്നാണ്. 1 2 3 4 പിന്നെ ഒരു ഫൈനൽ, അങ്ങനെ 5 എണ്ണം. മനസ്സിലായ? അപ്പം നമ്മളതിൽ നമ്പർ ഓഫ് റൗണ്ട് എത്രയാണ്? നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച എന്തോന്നാണ്, നമ്മളെ നമ്പർ ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ 32 ആണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ്? നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറയുമ്പോൾ 32 - 1 32 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അവരെത്ര മാച്ച് കളിക്കും? 31 മാച്ച് കളിക്കും ടോട്ടൽ. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഇഫ് there ആർ നോ അപ്സെറ്റ്, അവിടെ ഒരു അപ്സെറ്റും ഇല്ല ഇൻ ദി ഫസ്റ്റ് റൗണ്ടിൽ അപ്സെറ്റ് ഇല്ല. അപ്പൊ നമ്മളെ ഫസ്റ്റ് റാങ്ക് ഉള്ള ആളുകളായിരിക്കും, ഹയസ്റ്റ് റാങ്ക് ഉള്ള ആളുകളായിരിക്കും ജയിക്കുന്നത്. ആൻഡ് ഓൺലി മാച്ച് നമ്പർ 6, 7 and 8 of the second round result in the upset. So then who would meet player 2 in quarter final എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ അതെങ്ങനെ ചെയ്യും? അപ്പം ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് എത്ര പേരാണ് ഉള്ളത്? കറന്റ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പൊ എത്ര പേരാണ് ഉള്ളത്? 32 പേരാണുള്ളത്. സോ ഒന്നാമത്തെ ആള് 32ാമത്തെ ആളുമായിട്ട് ടൂർണമെന്റ് കളിക്കും. സോ രണ്ടാമത്തെ ആള് 31ാമത്തെ ആള് ആയിട്ട് ടൂർണമെന്റ്. ദെൻ മൂന്നാമത്തെ ആള് 30ാമത്തെ, അങ്ങനെ പോയി 16ാമത്തെ ആളും 17ാമത്തെ ആളും കൂടിയായിരിക്കും നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ആരായിരിക്കും? നമുക്ക് അപ്സെറ്റ് ഇല്ല. സോ ഫസ്റ്റ് റൗണ്ടിൽ ആരൊക്കെയാണ് ജയിക്കണം? 1 2 3 അങ്ങനെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്കിലുള്ളവരായിരിക്കും ഒന്നാമത്തേൽ ജയിച്ച് രണ്ടാമത്തേൽ പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ എത്തിയത് നമുക്ക് പിന്നെ 16 പ്ലേയേഴ്സ് അല്ലേ ഇവിടെ ഉള്ളത്. സോ ഒന്നാമത്തെ ആളും 16ാമത്തെ ആളുമായിരിക്കും ടൂർണമെന്റ് കളിക്കുന്നത്. സോ രണ്ടാമത്തെ ആളും 15ാമത്തെ ആളുമായിരിക്കും, മൂന്നാമത്തെ ആളും 14ാമത്തെ ആളുമായിട്ടായിരിക്കും. അങ്ങനെ പോയി 8ാമത്തെ ആളും 9ാമത്തെ ആളും. സോ നമുക്ക് ഫുൾ എഴുതാം ഈ കേസിൽ. സോ 4ാമത്തെ ആളും 13ാമത്തെ ആളും, 5ാമത്തെ ആളും 12ാമത്തെ ആളും, ദെൻ 6ാമത്തെ ആളും 11ാമത്തെ ആളും, 7ാമത്തെ ആളും 10ാമത്തെ ആളും, ദെൻ 8ാമത്തെ ആളും 9ാമത്തെ ആളും ആയിരിക്കും ടൂർണമെന്റ് കളിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മളെടുത്ത ക്വസ്റ്റ്യനിൽ എന്തോന്നാണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ദി സെക്കൻഡ് റൗണ്ട് എന്തോ only matches 6, 7 and 8 ഒരു അപ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. 6, 7, 8 സെറ്റുകൾ എന്തോന്നാണ് പ്ലേയേഴ്സ്. ആ റൗണ്ട് എന്തോന്നായിരിക്കും? പ്ലേയേഴ്സുമായിട്ടുള്ള റൗണ്ട് അപ്സെറ്റ് ആയിരിക്കും. സോ നമ്മുടെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അപ്സെറ്റ് അല്ല. സോ നമ്മുടെ 1 2 3 4 5 ജയിക്കും. എന്നാൽ നമ്മളടുത്ത ക്വസ്റ്റ്യൻ എന്തോന്നാണ് കൊടുത്തിട്ടുള്ളത്? 6, 7, 8 അപ്സെറ്റ് ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? നമ്മളെ 11 ജയിക്കും, 10 ജയിക്കും, 9 ജയിക്കും. സോ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് എങ്ങനെ ചെയ്യും? മൂന്നാമത്തെ റൗണ്ട് സെയിം രീതിയിൽ. അപ്പൊ ഇനി 8 പേരെ റിമൈനിങ് ഉള്ളു. ഒന്നാമത്തെ ആൾ ആരോടെ കളിക്കും? 9ാമത്തെ ആളിൻ്റെ കൂടെ. രണ്ടാമത്തെ ആളോ 10ാമത്തെ ആളിൻ്റെ കൂടെ. മൂന്നാമത്തെ ആള് 11ാമത്തെ ആളിൻ്റെ കൂടെ. നാലാമത്തെ ആള് 4ാമത്തെ പ്ലെയർ 5ാമത്തെ പ്ലെയറിൻ്റെ കൂടെ. അപ്പൊ 8 പ്ലെയേഴ്സ് ആയ അതിനർത്ഥം എന്താണ്? ഇത് ക്വാർട്ടർ ഫൈനലാണ്. സോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം. സോ നമ്മളടുത്ത ക്വസ്റ്റ്യൻ എന്തോന്നാണ് ചോദിച്ചിട്ടുള്ളത്? ആരാണ് പ്ലെയർ 2-നെ മീറ്റ് ചെയ്യണത് ക്വാർട്ടർ ഫൈനലിൽ? അപ്പൊ ആരാണ്? പ്ലെയർ 10 ആണ് ആരെ മീറ്റ് ചെയ്യുന്നത്? നമ്മുടെ 2 ആയിട്ട് ടൂർണമെന്റ് കളിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? പ്ലെയർ 10 ആണ് നമ്മുടെ ആൻസർ. സോ ഇത്ര ഈസിയാണ് നമ്മൾ ഗെയിം ആൻഡ് ടൂർണമെന്റ്സ്. നമുക്ക് ബി പാർട്ടിലോട്ട് പോകാം. ഇഫ് പ്ലെയർ 6 and player 8 lose in the second round while player 7 and player 9 make it to the semi-final, then who will play the player 1 in the quarter final? Quarter finalൽ player 1 ആരോടെ ആയിരിക്കും കളിക്കുന്നത്? In the event
പ്ലെയർ 1 റീച്ച് ദി ക്വാർട്ടർ ഫൈനൽ. ഈ ക്വാർട്ടർ ഫൈനലിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട, ക്വാർട്ടർ ഫൈനലിൽ ആരുടെ കൂടെ ആയിരിക്കും പ്ലെയർ 1 കളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം സെക്കൻഡ് റൗണ്ടിൽ കയറിയിട്ടുള്ള ആരൊക്കെയാണ്? 1ഉം 16ഉം 2ഉം 15ഉം 3ഉം 14ഉം 4ഉം 13ഉം 5ഉം 12ഉം 12 ആണോ? 12 ഓക്കെ. 6ഉം 11ഉം ദെൻ 7ഉം 10ഉം 8ഉം 9ഉം ആയിരിക്കും. സോ നമ്മളെ അടുത്ത് ക്വസ്റ്റ്യൻ എന്തോന്നാണ് ചോദിച്ചിട്ടുള്ളത്? 6ഉം 8ഉം ലൂസാവും. അപ്പോൾ നമ്മൾ 6, അപ്പോൾ ആരായിരിക്കും ജയിക്കുന്നത് ആരാണ്? 6 തോക്കുകയാണ്. അപ്പം 11 ആയിരിക്കും ജയിക്കുന്നത്, 9 ആയിരിക്കും ജയിക്കുന്നത് 8ൻ്റെ കൂടെ. അപ്പം നമ്മളെ ക്വാർട്ടർ ഫൈനലിൽ ആരൊക്കെ ആയിരിക്കും? 1ൻ്റെ കൂടെ 9 കളിക്കും അല്ലേ? പിന്നെ ഇനി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനി 2ൻ്റെ കൂടെ 10 കളിക്കുമെന്ന്, അങ്ങനെ ടൂർണമെൻറ്റ് ജയിക്കുമെന്നൊക്കെ നോക്കണോ? വേണ്ടല്ലോ. നമുക്കിപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ പ്ലെയർ 1 പ്ലെയർ 9ൻ്റെ കൂടെയാണ് നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ കളിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? പ്ലെയർ 9 11 1ൻ്റെ കൂടെ ആരാണ് കളിക്കുന്നത്? പ്ലെയർ 9 ആണ് കളിക്കുന്നത്. പ്ലെയർ 9 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മളെ ആൻസർ എന്തോന്നാണ്? ഇതിൻ്റെ പി ഓഫ് 9 ആണ് നമ്മുടെ ആൻസർ. ആൻസർ ഈക്വൽ ടു പ്ലെയർ 9 ആണ് നമ്മുടെ ആൻസർ. ഇത്ര എളുപ്പമാണ് നോക്കൗട്ട് ടൂർണമെൻറ്റ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. സോ നമുക്ക് സി പാർട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഇൻ ദി ഫസ്റ്റ് റൗണ്ട് ഓൾ ദി ഈവൻ നമ്പർ മാച്ചസ് and none of the odd numbered ones result in the upsets and there are no upset in the second round, then who would be the lowest seeded player facing the player 1 in the semi final എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻസും ഉണ്ട്. ഇത് നമുക്ക് എന്തായാലും ഓപ്ഷൻസ് കാണും. ചിലപ്പം ടീറ്റ ക്വസ്റ്റ്യൻസ് വരും. ഇതിലൊക്കെ ടീറ്റ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ഓപ്ഷൻസ്? പ്ലെയർ 13 ആണോ, പ്ലെയർ 29 ആണോ, പ്ലെയർ 9 ആണോ, പ്ലെയർ 5 ആണോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ നമ്മളെ ക്വസ്റ്റ്യൻ മീൻ ചെയ്യണമെന്ന് പറയുമ്പം നമ്മുടെ ഈവൻ നമ്പേർഡ് മാച്ചസ് എന്ന് പറയുമ്പം ആദ്യത്തെ മാച്ച് ഈവൻ നമ്പേർഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മാച്ച്, നാലാമത്തെ മാച്ച്, ആറാമത്തെ മാച്ച്, എട്ടാമത്തെ മാച്ച്, അതാണ് ഈവൻ നമ്പർ മാച്ചസ്. അതിൽ അപ്സെറ്റ് ഉണ്ട് എന്ന് പറയുമ്പം താഴ്ന്ന റാങ്കിലുള്ളവർ ജയിക്കും, ബാക്കിയുള്ളതിന് അതില്ല. എന്നാൽ രണ്ടാമത്തെ റൗണ്ട് തൊട്ട് അതില്ല. സോ പ്ലെയർ 1ൻ്റെ കൂടെ ആര് ടൂർണമെൻറ്റ് കളിക്കും സെമി ഫൈനൽ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നാണ്? ഈവൻ നമ്പർ ആയിട്ടുള്ള മാച്ചസ് അപ്സെറ്റ് ആണ്. സോ 31 അപ്സെറ്റ് ആയിരിക്കും. സോ 4 29. അപ്പം 29 ആയിരിക്കും ജയിക്കുന്നത്, 16 ആയിരിക്കും ജയിക്കും, 16 തോക്കും, 17 ആയിരിക്കും ജയിക്കണം. അങ്ങനെ നമുക്ക് കുറേ എഴുതേണ്ടി വരും അല്ലേ? ഇഷ്ടം പോലെ എഴുതേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് എന്തോന്നാണ്? ടൈം വേസ്റ്റിംഗ് ആണ്. കയറ്റം പറയുമ്പോൾ നമുക്ക് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ എല്ലാം അപ്സെറ്റാണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഫസ്റ്റ് റൗണ്ടിൻ്റെ എല്ലാം അപ്സെറ്റ് അല്ല, നോർമലാണ് എന്ന് പറയുമ്പോൾ 1 തന്നെ ജയിക്കും, 2 തന്നെ ജയിക്കും. അപ്പം 1ഉം 16ഉം കളിക്കും, ദെൻ 2ഉം 15ഉം കളിക്കും, ദെൻ 3ഉം 14ഉം, ദെൻ 4ഉം 13ഉം, 5ഉം 12ഉം, 6ഉം 11ഉം, ദെൻ 7ഉം 10ഉം, 8ഉം 9ഉം ആയിരിക്കും നമ്മളെ കൂടെ ടൂർണമെൻറ്റ് കളിക്കുന്നത്. എന്നാൽ നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ളത് എല്ലാം, ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ആരാണ്? അതിൻ്റെ അപ്സെറ്റ് ആയിരിക്കും എന്ന് പറയുമ്പം അതിനെതിരായിട്ട് ഇരിക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോവർ റാങ്കിലുള്ള ആളായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ എഴുതാൻ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. സോ 2 നമുക്ക് പറ്റുമോ? 2 പറ്റൂല. 16 പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അപ്സെറ്റായി പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ 14 പറ്റുമോ? ഇല്ല. 4 പറ്റുമോ? ഇല്ല. 12 പറ്റുമോ? ഇല്ല. പിന്നെ 6, 8, 10 അങ്ങനെ ഇത്രയും ടൈംസ് ആയിരിക്കും നമ്മളടുത്ത സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പോകാൻ പറ്റൂലാത്ത. എന്നാൽ ഇതിന് പകരം ആരായിരിക്കും കളിക്കുന്നത്? നമ്മുടെ 33 12 17 16 കുറച്ച് എത്രയാണ്? 17. സോ നമ്മുടെ ഇവിടെ ആരായിരിക്കും? 1ൻ്റെ കൂടെ 17 ആയിരിക്കും കളിച്ച് വരുന്നത്. 2ൻ്റെ പകരം ആരായിരിക്കും? 33 2 കുറച്ച് എത്ര? 31. 31ഉം 15ഉം ആയിരിക്കും കളിക്കുന്നത്. ദെൻ 3 ആരും ആയിരിക്കും ടൂർണമെൻറ്റ് കളിക്കുന്ന? 14. സോ 33 14 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 19 എന്ന് കിട്ടും. സോ 19 ആയിരിക്കും
നമ്മുടെ കൂട്ടത്തിൽ കളിക്കുന്നത്. മനസ്സിലായ? സോ അടുത്ത് 3 കഴിഞ്ഞാൽ അടുത്ത് 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം 4 നമ്മൾ എന്ത് ചെയ്യും? 33 4 കുറച്ചാൽ 29 കിട്ടും. 29ഉം 13ഉം ആയിരിക്കും. സോ അടുത്ത 5ൻ്റെ കണ്ടീഷൻ 5 ഓക്കെയാണ്. അടുത്ത് 12. 12 ആകുമ്പോൾ 5 ആകുമ്പം 12 ആരോ അവിടെ ആയിരിക്കും? 21ൻ്റെ അവിടെ ആയിരിക്കും. ദെൻ 6 വരില്ല. സോ 6ന് വരെ ആര് വരും? ആ 33 6 കുറച്ച് എത്ര വരും? 27 ആയിരിക്കും 11ൻ്റെ കൂടെ കളിക്കുന്നത്. ദെൻ 7ൻ്റെ കൂടെ 23. ദെൻ 8 വരില്ല. 8ൻ്റെ കൂടെ ആരാണ് കളിക്കുന്നത്? 25ആണ് കളിക്കുന്നത്. 9. സോ ഇങ്ങനെ ആയിരിക്കും നമ്മളെ അറേഞ്ച്മെൻറ്റ്. സോ ഇതാണ് നമ്മളെ റൗണ്ട് 2. റൗണ്ട് 2 മനസ്സിലായ എന്ന് പറയുമ്പം വേറെ ഒന്നുമില്ല. നമ്മൾ റൗണ്ട് 2 എന്ന് പറയുന്നത് അപ്സെറ്റ് അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം എടുത്ത്, എന്നിട്ട് നമ്മുടെ അപ്സെറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ 16, 2, 10 അതല്ലേ നമ്മൾ ഓഡ് നമ്പേഴ്സ്. സോ അത് നമ്മൾ എടുത്തിട്ട് എന്തോന്ന് ചെയ്ത് അതിൻ്റെ അപ്സെറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിങ്ങനെ 33 മൈനസ് ആ നമ്പർ ചെയ്ത് അല്ലേ. സോ നമ്മളെ റൗണ്ട് 2 കംപ്ലീറ്റ് ആയി. സോ റൗണ്ട് 3 തൊട്ട് അത് നോർമലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്ലെയറിനോട് ആര് കളിക്കും? ഒന്നാമത്തെ പ്ലെയറിനോട് 9ാമത്തെ ആൾ കളിക്കും. ദെൻ 25 ആരാണ് ജയിക്കുന്നത്? 9 അല്ലേ. സോ രണ്ടാമത്തെ ഇല്ലല്ലോ. സോ ഇതിലാരാണ് ജയിക്കണം? 15ാമത്തെ ആളും 23ാമത്തെ ആളല്ല 7ാമത്തെ ആളും കൂടിയാണ് കളിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് 3ാമത്തെ ആളും 11ാമത്തെ ആളും കളിക്കും. ദെൻ 13ാമത്തെ ആളും 5ാമത്തെ ആളും കൂടിയായിരിക്കും ടൂർണമെൻറ്റ് കളിക്കുന്നത്. ദെൻ 4ാമത്തെ റൗണ്ട് നമ്മുടെ സെമി ഫൈനലിൻ്റെ അകത്ത് നമ്മുടെ 1 അല്ലേ ജയിക്കുന്നത്. 1 ആരെ കൂടെ കളിക്കാം? 13ാമത്തെ പ്ലെയറിൻ്റെയും കൂടെ 5ാമത്തെ പ്ലെയറിൻ്റെയും കൂടെ കളിക്കാം, 13ാമത്തെ പ്ലെയറിൻ്റെയും കൂടെ കളിക്കാം. സോ എല്ലാവർക്കും ഇവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്. എല്ലാവരും അപ്സെറ്റ് അല്ലല്ലോ, അപ്പം നേരെ എനിക്ക് 5 എഴുതി വെക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അവിടെയാണ് നമ്മൾ ആ ചതി വരുന്നത്. ലോവസ്റ്റ് സീഡഡ് പ്ലെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ലോവസ്റ്റ് 1 13 കളിക്കും, 5 കളിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ലോവസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ഓപ്ഷൻ എ പ്ലെയർ 13 എന്ന് എഴുതും. ആർക്കെങ്കിലും വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഈ ക്വസ്റ്റ്യൻ ചെയ്തു തരുന്നതാണ്. സോ നമുക്ക് നമ്മളെ ഡി പാർട്ടിലോട്ട് പോകാം. ഇഫ് ദി top 8 seeded players make it to the quarter final, then who among us the listed below who definitely not play against the player 1? not played against the എന്ന് പറയുമ്പം പ്ലെയർ 1ൻ്റെ കൂടെ കളിക്കാൻ പാടില്ല. ഇൻ ദി ഫൈനൽ ഇൻ ദി കേസ് ഓഫ് ദി പ്ലെയർ 1 റീച്ചസ് ദി ഫൈനൽ. പ്ലെയർ 1 ഫൈനലിൽ റീച്ച് ചെയ്യണം. സോ ഞാൻ ക്വാർട്ടർ ഫൈനൽ തൊട്ടാണ് എഴുതുന്നത്. അപ്പം നമ്മൾ എന്തോന്നാണ് ഫോളോ ചെയ്യുന്നത്? അപ്സെറ്റ് അല്ലാത്ത എന്ന് പറയുമ്പോൾ നമ്മളെ ഹയസ്റ്റ് റാങ്കഡ് പീപ്പിൾ ആയിരിക്കും ജയിക്കുന്നത്. സോ നമ്മൾ ക്വാർട്ടർ ഫൈനൽ തൊട്ടാണ് നമ്മൾ എഴുതുന്നത്. 1 8 2 7 3 6 4 5 ദെൻ സെമി ഫൈനൽ. സോ നമ്മൾ ഒരു ലോജിക്ക് മാത്രം ആലോചിച്ചാൽ മതി. ഈ 1 അല്ലേ ജയിക്കുന്നത്. അപ്പം 1ന് ആരെയൊക്കെ കൂടെ കളിക്കാം? എന്തായാലും 1 ജയിക്കുമല്ലോ അല്ലേ. അപ്പോൾ 1ന് ആരെയൊക്കെ കൂടെ കളിക്കാം? 4ൻ്റെയും കൂടെ കളിക്കാം, 5ൻ്റെയും കൂടെ കളിക്കാം. എന്നാൽ ഈ 2 അല്ലെങ്കിൽ 7 ആയിരിക്കും ജയിക്കണം. അവർക്ക് ആരോടെ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ? 3ൻ്റെ കൂടെയും 6ൻ്റെയോ 3ൻ്റെയോ കൂടെ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ആണോ? അപ്പം ഇതിൽ 1 അല്ലേ ജയിക്കുന്നത്. 1 അല്ലേ ജയിക്കണമെന്നല്ലേ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ 1 ഈ സെക്കൻഡ് റൗണ്ടിലുള്ള ഈ 2ൻ്റെ കൂടെയോ 7ൻ്റെ കൂടെയോ 3ൻ്റെ കൂടെയോ 6ൻ്റെ കൂടെയോ ആയിരിക്കും കളിക്കുന്നത് അല്ലേ. 1 ആരോടെയൊക്കെ ആയിരിക്കും കളിക്കുന്നത്? 4 5 2 7 3 6 ഇതിൽ ഏത് വേണോ വരോന്ന് എഴുതി വെച്ചാൽ മണ്ടത്തരമാണ്. കാരണം എന്തെന്നാ, നമ്മളെ 4ഉം 5ഉം കളിക്കാൻ പറ്റുമോ നമുക്ക്? കാരണം ഇവിടെ എന്തായാലും 4ഉം 5ഉം ഒരിക്കലും കളിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഒന്ന് 4ൻ്റെ കൂടെ 5ൻ്റെ കൂടെ കളിച്ചിട്ടല്ലേ ജയിച്ചിട്ട് ഫൈനലിലോട്ട് പോകണത്. അപ്പോൾ അത് കളിക്കാൻ പറ്റുമോ? പറ്റൂല. സോ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? 2 7 3 6. സോ നമ്മുടെ ആൻസർ നോക്കുക, നമുക്ക് മനസ്സിലാവുക. 4th പ്ലെയറിന് മാത്രമേ കളിക്കാൻ പറ്റാതെ ഉള്ളൂ. മനസ്സിലായി? പിന്നെ 5th പ്ലെയർ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ കൊടുത്തില്ല. മനസ്സിലായ? റൗണ്ട് റോബിൻ ടൂർണമെൻറ്റ്സിനെ പറ്റിയാണ്. നോക്കൗട്ട് ടൂർണമെൻറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം എയോ ബിയോ എന്ന് പറയുന്ന 2 പ്ലേയേഴ്സ് തമ്മിൽ കളിക്കുകയാണെങ്കിൽ എ ജയിക്കുകയാണെങ്കിൽ ബി ആ ടീമിൽ നിന്ന് പിന്നെ വേറൊരാൾ വെച്ച് കളിക്കില്ല, നേരെ ഔട്ടാണ്
എന്നാൽ ഇൻ ദി കേസ് ഓഫ് എ റൗണ്ട് റോബിൻ ടൂർണമെൻറ്റ് എങ്ങനെയാണത്? എ ബി സി ഡി എന്ന് പറഞ്ഞ് 4 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും തമ്മിൽ കളിക്കും എന്ന് പറയുമ്പോൾ ടൂർണമെൻറ്റ് കളിക്കും എന്ന് പറയുമ്പോൾ എ ബിയിലൂടെ കളിക്കും, ബി സിയിലൂടെ, എ സിയിലൂടെ കളിക്കും, എ ഡിയിലൂടെ കളിക്കും, ദെൻ എ സിയിലൂടെ കളിക്കും, എ ഡിയിലൂടെ കളിക്കും, പിന്നെ എ സി ഡിയിലൂടെ കളിക്കും, ഡി ബിയിലൂടെ കളിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും പ്ലേസ് ഈച്ച് അതറാണ്, ഓരോരുത്തരുമായിട്ട് ടൂർണമെൻറ്റ് കളിക്കുന്നതാണ്. ഒരു 3 പേരെ എടുക്കുകയാണ്, എ ബി സി. എ ബിയിലൂടെയും കളിക്കും, എ സിയിലൂടെയും കളിക്കും, എന്നാൽ തിരിച്ചും കളിക്കും. എന്തോന്ന്? എ സി എയിലൂടെയും കളിക്കും, ബി എയിലൂടെയും കളിക്കും എന്ന് പറയുമ്പോൾ ഒരൊറ്റ മാച്ച്. അതിന് നമുക്ക് 2 രീതിയിൽ പറയാം. ഇത് ഒരൊറ്റ മാച്ചായിട്ടല്ലേ കൂട്ടുള്ളൂ. എ ബിയിലൂടെ കളിച്ചാലും ബി എയുടെ കൂടെ കളിച്ചാലും 2 ടീമുകൾ തമ്മിലല്ലേ ടൂർണമെൻറ്റ് കളിക്കുന്നത്. അപ്പം അടുത്തത് ബി സിയിലൂടെ കളിക്കും. അപ്പോൾ എന്തോന്നാണ്? 3 മാച്ചസ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ? 3 മാച്ചസ് അല്ലേ നടക്കുന്നത്. അതേ പക്ഷേ ഇവിടെ എ ബി സി ഡി ആണ് ഉള്ളതെങ്കിലാ എ ആരൊക്കെ കൂടെ കളിക്കും? എ ബിയിലൂടെ കളിക്കും, ദെൻ എ സിയിലൂടെ കളിക്കും, ദെൻ എ ഡിയിലൂടെ കളിക്കും, ദെൻ ബി സിയിലൂടെ എയിലൂടെ കഴിഞ്ഞ് നീ എ ബി ഡിയുടെ കൂടെ അല്ലേ. അടുത്ത് പിന്നെ എന്തോന്ന് റിമൈനിങ് ഉള്ളത്? സി ഡിയിലൂടെ. അപ്പോൾ എങ്ങനെയാടാ? അപ്പോൾ എ എത്ര കളി കളിച്ചു? 3, ബിയോ 2, സി എത്ര? 1 എന്ന് പറയുമ്പോൾ സി 2 കളി 3 എല്ലാവരോടെയും പ്ലേ ചെയ്ത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് ഇപ്പം എ ആദ്യം എടുത്ത് എ 3 പേരാ, ദെൻ ബി 2 പേരാ, ദെൻ സി ഒരാളാണ് എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 + 5 + 6 എത്ര? 3 + 2 + 1 എത്ര? 6. അപ്പം 6 മാച്ചസ് ആണ് ഈ എയും ബിയും സിയും കൂടി തമ്മിൽ കളിച്ചത്. മനസ്സിലായോ? ഇത് പക്ഷേ ഇവിടെ എത്രയാണ്? 1 2 3. 2 + 1 3 എന്ന് കിട്ടും. മനസ്സിലായോ? നേരത്തെ വിചാരിച്ച ടീംസ് പോലെ 5 ടീംസ് 5 ടീം വരാം. നേരത്തെ ചെയ്തില്ല അതേ പാറ്റേൺ നമ്മൾ ചെയ്യാം. അപ്പം എ ബി സി ഡി ഇ അങ്ങനെ എത്ര പേര്? 5 പേര്. അപ്പം നമ്മളെങ്ങനെയാണ് പഠിച്ചത്? അപ്പം കുറഞ്ഞ് വരെയല്ലേ? ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ എ എന്ന് പറയുന്നത് 4 മാച്ചസ് അല്ലേ കളിക്കുള്ളൂ, 5 മാച്ചസ് കളിക്കില്ലല്ലോ. കാരണം ഇവിടെ 4 പേരല്ലേ റിമൈനിങ് ഉള്ളൂ. അപ്പം 4 മാച്ചസ്. പിന്നെ നമുക്ക് എത്ര? 3 മാച്ചസ്, ദെൻ 2 മാച്ചസ്, ദെൻ 1 മാച്ച്, ദെൻ 0 മാച്ച്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര? 3 + 4 + 3 7 9 10 എന്ന് കിട്ടും. മനസ്സിലായോ? 10 എന്ന് കിട്ടിയല്ല. ഇത് നമ്മൾ ആ ഫസ്റ്റ് മെത്തേഡ് ഫസ്റ്റ്. ഇതല്ലാതെ നമുക്ക് സെക്കൻഡ് മെത്തേഡ്, ഇതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇതാകുമ്പോൾ നമുക്കിപ്പോൾ ഒരു 10 20 ടീംസ് വരെയാണ്. അപ്പോൾ 20 ടീംസ് വരുമ്പോൾ നമ്മളിങ്ങനെ എഴുതോ 20 19 18 17 എന്ന് പറഞ്ഞ് എഴുതി പോകാൻ പറ്റൂല. സോ നമുക്ക് M2 എടുക്കാം. നമ്മളെ മെത്തേഡ് 2 നമ്മളെങ്ങനെ എടുക്കും എന്ന് പറയുമ്പം നമുക്ക് ആദ്യം എഴുതി വയ്ക്കുക ഏതൊക്കെ ടീമാണ്. എ ബി സി ഡി ഇ അല്ലേ? ഈ ടീംസിൻ്റെ കൂടെ വേണ്ട. അപ്പം ഈ ടീംസ് എ ബി സി ഡി ഇ. അപ്പം ഈ ടീംസിൻ്റെ കൂടെ ഈ ടീംസ് ലോജിക്ക് ആലോചിക്കൂ, ഓരോരുത്തർ എത്ര മാച്ച് കളിക്കും? എ 4 മാച്ച് കളിക്കൂലേ ബാക്കി 4 പേരോടാ? ബിയും 4 എണ്ണം കളിക്കൂലേ? സിയും 4 കളിക്കൂലേ? ഡിയും 4 കളിക്കൂലേ? ഇയും 4 കളിക്കൂലേ? അപ്പോൾ എത്ര? 4 4 5 എത്ര? 20 മാച്ച് കളിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തോന്നാണ്? എ ബിയിലൂടെ കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി എയിലൂടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 1 ആയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഡിവൈഡഡ്/2 എന്ന് ചെയ്യുമ്പം 10 എന്ന് കിട്ടും. മനസ്സിലായ? ഇത് എത്ര നമ്പർ ഉണ്ടെങ്കിലും എത്ര പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 20 പ്ലേയേഴ്സ് ഉണ്ട്. 20 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? 20 × 19 ചെയ്യണം. അപ്പം 380 ഡിവൈഡഡ്/2 എത്ര? 190 മാച്ചസ് നമ്മൾ കളിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായ? അപ്പം അത്ര എളുപ്പമാണ് ഈ റൗണ്ട് റോബിൻ ടൂർണമെൻറ്റ്. നമ്മൾ ലോജിക്ക് ആലോചിച്ച് ചെയ്താൽ മാത്രം മതി. അത് നമുക്ക് വേറൊരു മെത്തേഡ് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഏത്? കോമ്പിനേഷൻ മെത്തേഡും വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിച്ചിട്ടില്ലേ? പഠിക്കാത്തവർ ഇത് സ്കിപ്പ് ചെയ്തേക്ക്. നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ്. പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ അതിൽ നമുക്ക് NC2 എന്ന് എഴുതാം. N എന്ന് പറയുന്നത് നമ്മളെ നമ്പർ ഓഫ് ടീംസ് എത്ര? 5 ടീം, 5C2. അപ്പം N × N - 1 × 2 എത്ര? 5 × 4/2. അപ്പം 2 × 2 വെട്ടിക്കളഞ്ഞ 4 × 2 വെട്ടിക്കളഞ്ഞ 2 കിട്ടി. ദെൻ 5 × 2 10. അപ്പം 10 മാച്ചസ് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം.
ഇത് പാടെന്ന് തോന്നണവർ മാച്ച് നമ്പർ 2 മെത്തേഡ് നമ്പർ 2 ചെയ്താൽ മതി. അത് ഭയങ്കര എളുപ്പമാണ് അല്ലേ. നമുക്ക് എത്ര ടീമുണ്ട്? × 5 ÷ 2. എത്ര ടീമുണ്ട് അത് ഇൻറ്റു ആ റിമൈനിങ് എത്ര ÷ 2. നമുക്കൊരു 2 കണ്ടീഷനും കൂടി പഠിക്കാം. ഇഫ് ദർ ആർ നോ ഡ്രോസ്, അവിടെ ഡ്രോ ഇല്ലെങ്കിൽ ദി ടോട്ടൽ നമ്പർ ഓഫ് വിൻ ഓർ ദി ലോസ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറയുമ്പം ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വിൻസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെ ടീമിൽ ഒരു 10 പേര് ജയിക്കുകയാണെങ്കിൽ 10 പേര് ലോസ് ആവൂലേ അല്ലേ. ഒരു 5 പേര് 10 പേര് തമ്മിലാണ് കളിക്കുന്നത്. 5 പേര് ജയിക്കുകയാണെങ്കിൽ 5 പേര് എന്തോന്ന് തോൽക്കും. അപ്പോൾ അതെന്തോന്നാണ്? അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ്? 5 ആണ്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, ABCD 4 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പ്ലേ ചെയ്തത് എത്ര മാച്ചസ് ആയിരിക്കും? 3 മാച്ചല്ലേ കളിക്കാൻ പറ്റുള്ളൂ, 4 മാച്ച് കളിക്കാൻ പറ്റില്ല. അപ്പോൾ 3 മാച്ച്. അപ്പോൾ നമ്മൾ എന്തോന്നാണ് പഠിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറയുന്നത് 3 × 4 ഇതെല്ലാം കൂടി കൂട്ടണം. 3 × 4 എത്ര? 12/2 എത്ര? 6 ആയിരിക്കും. ടോട്ടൽ മാച്ച് എത്ര? 6 എണ്ണം ആയിരിക്കും അവർ കളിക്കുന്നത്. അടുത്തെത്ര? വിൻ, എത്ര പേര് ജയിച്ചെന്ന്. പ്ലേഡ് വോൺ. അപ്പം ഞാൻ ഒരു ഊഹത്തിലെടുക്കുകയാണ്. ഞാൻ ഉണ്ടാക്കണ ക്വസ്റ്റ്യനില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് 3, 2, 1, 0 ദെൻ ലോസ്. അപ്പം 3 കളിയും ജയിച്ചെങ്കിൽ 1 കളി 0 കളിയായിരിക്കും തോക്കുന്നത്. 3 കളി കളിച്ച് 2 കളി തോറ്റെങ്കിൽ 1 കളി 3 മാച്ച് കളിച്ചെങ്കിൽ അതിൽ 2 എണ്ണം ജയിച്ചെങ്കിൽ ബാക്കി 1 എണ്ണം അല്ലേ ലോസ് ആയിട്ടുള്ള. അതുപോലെ തന്നെ 3 എണ്ണം കളിച്ചിട്ട് 1 എണ്ണം വിൻ ആണെങ്കിൽ അടുത്ത് 2 എണ്ണമാണ്. 1 പോലും ജയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര? 3 എണ്ണം ആൾ തോറ്റെന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയടാ. 3 + 5 3 + 2 + 1 എത്ര? 3 + 2 5 6. അതുപോലെ തന്നെ ഇവിടെ 6. അപ്പം നമുക്ക് എന്തോന്ന് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഈക്വൽ ടു ഇത് നമുക്ക് കിട്ടി അല്ലേ? കിട്ടിയില്ലേ? അപ്പം നമുക്ക് ഈ പോയിൻറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും തരുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യൻസിലും. അഥവാ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വിൻ ചെയ്തതിന് നമ്മൾ എന്തോ എടുക്കും? വിൻ ചെയ്തതിന് നമ്മൾ +2 ലോസ് ചെയ്തതിന് നമ്മൾ 0 പോയിൻറ്റ്സുമാണ് എടുക്കുന്നത്. പൊതുവേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ്റെ രീതിയിൽ എഴുതണം. അപ്പോൾ എത്ര പോയിൻറ്റ്സ് കിട്ടും? 3 × 6 2 എത്ര? 6. 2 × 2 എത്ര? 4. 1 × 2 എത്ര? 2. 0 × 2 0. അപ്പം പോയിൻറ്റ്സ് എത്ര? 12 പോയിൻറ്റ്സ് ആണ് എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഇത് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഡ്രോ ഇല്ല, എന്നാൽ അടുത്ത കണ്ടീഷനിൽ നമുക്ക് ഡ്രോ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഡ്രോ ഇല്ലെങ്കിൽ ഏറ്റവും എളുപ്പമല്ലേ. നമുക്ക് ഡ്രോ ഇല്ലെങ്കിൽ നമ്മുടെ ആൾ ജയിക്കാത്ത, ഇപ്പോൾ 3 മാച്ച് ജയിച്ചെങ്കിൽ ബാക്കി 1 മാച്ച് ലോസ് ആയിട്ടില്ല, തോറ്റിട്ടില്ല. 2 മാച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ 1 മാച്ച് എന്തായാലും തോക്കും. അതാണ് നമ്മളെ കോൺസെപ്റ്റ്. സോ ഇത് ഡ്രോ എന്ന് പറഞ്ഞ കേസിൽ. ഡ്രോ അല്ലാത്ത കേസിൽ, ഇനി ഡ്രോ ആവണ കേസ് നമുക്ക് പഠിക്കും. ഇത് നമുക്ക് കണ്ടീഷൻ നമ്പർ 2. ഇൻ കേസ് ഓഫ് ദി ഡ്രോയുടെ കണ്ടീഷനിൽ ദി ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഈസ് ഗിവൺ ബൈ ടോട്ടൽ നമ്പർ ഓഫ് വിൻ ഓർ ലോസ് പ്ലസ് ദി ടോട്ടൽ നമ്പർ ഓഫ് റോ ÷ 2 ആണ്. സോ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ കണ്ടുപിടിച്ച് തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ABCD സെയിം കഴിഞ്ഞ കണ്ടീഷനിൽ ചെയ്ത അതേ ക്വസ്റ്റ്യനാണ് ഞാൻ എടുക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ് കളിച്ചത്? പ്ലേഡ് എത്രയാണ്? ഇവരെത്ര? 3 അല്ലേ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ്? 12/2 എത്ര? 12/2 6 മാച്ചസാണ് അവർ കളിച്ചത്. അതറിയല്ല, അത് മനസ്സിലായല്ല. അപ്പം നമുക്ക് അടുത്ത് വിൻ എടുക്കാം. വിന്ന് ഞാൻ പറയാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 1 1 0 ദെൻ ലോസ് എന്ന് പറയണത് എത്ര? 1 1 1 1. അപ്പം നമ്മൾ ഡ്രോ എത്രയായിരിക്കും? 2 മാച്ച് 3 മാച്ച് കളിച്ചു. അപ്പം 2 മാച്ച് ജയിച്ച് 1 മാച്ച് തോറ്റ്. അപ്പം നമുക്ക് എന്തോന്ന് പറയാം? നമ്മളെ ഡ്രോ എത്രയായിരിക്കും? 2 + 1 3 മാച്ച് കഴിഞ്ഞ്. അപ്പം നമ്മളെ ഡ്രോ എത്ര? 0. അടുത്ത 1 + 1 2. ഒരു കളി ജയിച്ച് 1 കളി തോറ്റ്. അപ്പോൾ 3 - 2 എത്ര? 1. അപ്പം ബാക്കി 1 കളിക്കാനുണ്ട്. അപ്പോൾ 2 നിന്ന് വീണ്ടും 1. പിന്നെ 1 മാച്ച് ലോസ് ആയി എങ്കിൽ 2 മാച്ച് എന്തൊന്നായിരിക്കും? ഡ്രോ ആയിരിക്കും. അപ്പം നമ്മളാ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ എത്ര? 2 + 1 + 4. 2 + 1 + 1 എത്ര? 4 എന്ന് കിട്ടും. അടുത്ത് 1 + 1 + 1 + 1 4. അതിൽ നിന്നൊരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. ഈ കണ്ടീഷനിൽ ദി ടോട്ടൽ നമ്പർ ഓഫ് വിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ലോസ്.
മനസ്സിലായ? ഇത് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദിസ് കണ്ടീഷൻ. അടുത്ത നമുക്ക് ഡ്രോയുടെ കണ്ടീഷൻ എടുക്കാം. 1 + 1 + 1 + 1 + 2 എത്ര? 4 എന്ന് നമുക്ക് കിട്ടിയാ. അപ്പം നമുക്കിത് ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായ, ബിക്കും സിക്കും ഒരൊറ്റ ഡ്രോയേ ഉള്ളൂ ഓരോരുത്തർക്കും, എന്നാൽ ഡിക്ക് 2 ഡ്രോ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഡിയും സിയും ആയിട്ടാണ് കളിച്ചതെന്ന്, അപ്പോൾ ആണ് ഡ്രോ ആയതെന്ന്. അങ്ങനെ പറയാൻ പറ്റുമോ? എങ്കിൽ ഇത് രണ്ടും പോയാൽ ഈ ഡി ആരോടെ കളിക്കും? ലോജിക്ക് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാവാം, ഡി ബിയിലൂടെയും കളിച്ച് ഡി സിയിലൂടെയും കളിച്ച് രണ്ടിടത്തും ആർക്ക്? ഇവന് ഡ്രോ ആയി. ഇവർക്ക് ഓരോ ഡ്രോയും ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പറഞ്ഞൂടെ ഇതിൽ നിന്ന്? അപ്പോൾ ഇവർ തമ്മിൽ എത്ര മാച്ച് കളിച്ച്? 2 മാച്ചല്ലേ, 3 മാച്ചല്ലേ കളിച്ചിട്ടുള്ളൂ. സോറി 2 മാച്ചല്ലേ, 1, 2, അങ്ങനെ 2 മാച്ചല്ലേ കളിച്ചിട്ടുള്ളൂ. ബിയും ഡിയും തമ്മിൽ ഒരു മാച്ച്, ഡിയും സിയും തമ്മിൽ ഒരു മാച്ച്, അല്ലെ? അങ്ങനെ 2 മാച്ചല്ലേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഡ്രോ ടോട്ടൽ നമ്പർ ഓഫ് ഡ്രോ കിട്ടിയാൽ അതേ ÷ 2 ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 2. മനസ്സിലായ? അപ്പം നമുക്ക് അതിനൊരു ഫോർമുല ഉണ്ട്. എന്തോന്ന്? ഈ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമ്പർ ഓഫ് വിൻ ഓർ ലോസ് പ്ലസ് ഡി എന്നാണ് നമ്മൾ അടുത്ത് നമുക്ക് എഴുതേണ്ട. ഇവിടുത്തെ ഡി ടോട്ടൽ നമ്പർ ഓഫ് ഡ്രോ /2 പറഞ്ഞത് എന്തോന്നാണ്? ഇവിടുത്തെ 4 ÷ 2 ആണ് നമ്മളിവിടെ 2 എന്ന് കിട്ടിയത്. സോ മനസ്സിലായ? അപ്പോൾ ആദ്യം നമ്മൾ ഡ്രോ കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ലോജിക്ക് ആലോചിക്കണം. ഡിയും ബിയും മാത്രമേ കളിക്കുകയുള്ളൂ, ഡിയും സിയും തമ്മിലേ കളിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 മാച്ചേ ഉള്ളൂ, ആണോ? അപ്പോൾ ഏതൊരു ഡ്രോ കിട്ടിയാലും അതേ ÷ 2 ആയിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഡ്രോ /2 ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഗെയിം ആൻഡ് ടൂർണമെൻറ്റ്സിൻ്റെ റൗണ്ട് റോബിൻ ടൂർണമെൻറ്റിൻ്റെ ഇന്ത്യൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് 6 teams A, B, C, D, E and F participated. Every pair of the team had exactly 1 match among them. For any team, a win fetched 2 points, a draw fetched 1 point and a loss fetched 0, no points. എന്ന് പറയുമ്പം നമ്മുടെ വിന്നിന് 2 points, അടുത്ത ഡ്രോയ്ക്ക് 1 point, നമ്മൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 point. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതാണ്. ഓപ്ഷൻസ് അല്ല, ഈ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും ഇതെല്ലാം. സോ ബോത്ത് ടീം ഇ ആൻഡ് എഫ് എൻഡഡ് വിത്ത് ദി ലെസ് ദാൻ 5 points. ഇ ആൻഡ് എഫ് 5 point താഴെ ആയിരിക്കും അവർ സ്കോർ ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും എന്തായാലും 5 കുറവായിരിക്കും, എന്തായാലും 5 കൂടുതൽ ഒരിക്കലും വരില്ല. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ടൂർണമെൻറ്റ് പോയിന്റ് ബോക്സ് ഈസ് ആസ് ടു ഫോളോ. സോ ദി എൻട്രീസ് ആർ ഷോൺ ബിലോ. സോ ഇതാണ് നമ്മുടെ എൻട്രീസ്. പിന്നെ താഴെ ഇറ്റ് ഈസ് ഷോൺ ദാറ്റ് ദി ബി ഡിഫീറ്റഡ് സി ആൻഡ് ടീം സി ഡിഫീറ്റഡ് ഡി എന്ന്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് പ്ലേഡ് തന്നിട്ടുണ്ട്, ലൂസേഴ്സ് തന്നിട്ടുണ്ട്, പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് വിന്നും ഡ്രോയും കണ്ടുപിടിക്കണം. സോ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, ഇവിടെ 4 വിന്ന് വരെയാണ്. അപ്പോൾ 4 × 2 എത്ര? 4 × 2 8 വരും. അപ്പോൾ എല്ലാവരും ചാടിക്കയറി ഇവിടെ 4 എഴുതി വെക്കുക. എന്നാൽ അത് മണ്ടത്തരമാണ്. കാരണം എന്തോന്നാണ്, പുള്ളിക്കാരൻ 5 മാച്ചാണ് കളിച്ചത്. അപ്പോൾ നമുക്ക് എന്തൊന്നും പറയാൻ പറ്റില്ല, ഇതൊരിക്കലും ഇവിടെ 4 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഈ 8നെ നമുക്ക് 3 × 2 എന്ന് പറഞ്ഞാൽ 3 മാച്ചസ് ആൾ ജയിച്ച് 2 ഡ്രോയും ആയി. മനസ്സിലായ? ഡ്രോയ്ക്ക് 1 point അല്ലേ? അപ്പോൾ നമുക്ക് 6 + 2 എത്ര? 8 എന്ന് എഴുതിക്കൂടെ? എഴുതാമോ? എഴുതാം. അതൊക്കെ അല്ലേ. അടുത്ത നമുക്ക് ബി നോക്കാം. ബി 5 മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത്. അടുത്ത് 2 മാച്ചസ് ലോസ് ചെയ്തു. അപ്പോൾ റിമൈനിങ് എത്രയാണ്? റിമൈനിങ് പിന്നെ 3 മാച്ചേ പുള്ളിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 × 2 എന്ന് എഴുതാമോ? കാരണം എന്താണ്, 3 മാച്ചസ് ജയിച്ചെന്ന് പറഞ്ഞാൽ 2 point ആണ്. അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. കാരണം എന്താണ്, നമ്മളപ്പം 3 മാച്ചും കളിച്ച് 2 മാച്ച് എന്തോന്ന് ലോസുമായി. അപ്പോൾ അതിനർത്ഥം 3 + 2 5 മാച്ച് എന്തോന്ന് മാച്ച് ടോട്ടലി കളിച്ചതാണ്. സോ നമുക്ക് ടോട്ടൽ 5 മാച്ച് കളിച്ചു. അപ്പോൾ നമുക്ക് 3 എന്ന് ഇവിടെ എഴുതാം, ഇവിടെ 0 എന്ന് എഴുതാം. അടുത്ത നോക്ക്. അടുത്ത സി നിങ്ങളൊന്ന് പറ, എന്തൊന്ന് കിട്ടുമെന്ന് ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എത്ര കിട്ടും? സി എന്ന് പറയുന്നത് 5 മാച്ച് കളിച്ച് അതിൽ 2 എണ്ണം ലോസ്. അപ്പം പിന്നീട് റിമൈനിങ് എത്ര? 3 മാച്ചേ ഉള്ളൂ. എന്നാൽ 5 points ഉള്ളൂ. അപ്പം നമുക്ക് 3 × 2 നേരത്തെ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് 2 × 2 + 1 എന്ന് എഴുതിക്കൂടെ?
അപ്പോൾ എത്ര 4+1 എത്ര 5 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ നമുക്ക് 2 മാച്ച് ജയിക്കുകയും ചെയ്തു, ഒരു മാച്ച് ഡ്രോയും ആയി. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ്, ഈ ഓപ്ഷൻസ് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ലോജിക്ക് ആലോചിച്ച്. അടുത്ത നമുക്ക് ഡി നോക്കാം. ഡിയിലാണെങ്കിൽ അവർ ഒരു മാച്ച് ലോസ് ആയി. അപ്പോൾ നമുക്ക് റിമൈനിങ് 4 മാച്ചസ് ഉണ്ട്, 5 പോയിന്റ്സ് കിട്ടേ വേണം. എന്നാൽ നമുക്ക് എഴുതാൻ പറ്റുമോ 2 × 2 + 1 എന്ന്? 2+1 എത്ര 3 മാച്ചസ് അല്ലേ ആവുള്ളൂ. നമുക്ക് പക്ഷേ 4 മാച്ചസ് വരണ്ടേ. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 + 3 എന്ന് എഴുതിക്കൂടെ. ഒരു മാച്ച് ജയിച്ച് ബാക്കി 3 മാച്ച് ഡ്രോ ആയെന്ന് എഴുതിക്കൂടെ. അപ്പോൾ നമുക്ക് ഇവിടെ 1 എന്നും എഴുതാം, ഇവിടെ 3 എന്നും എഴുതാം. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയാൽ ബാക്കി നമ്മൾ എന്തോന്ന് ചെയ്യണം? ബാക്കി നമുക്ക് ഇവിടെ 2 എന്തോന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റെയും എഫിൻ്റെയും പോയിൻറ്റ്സ് എന്തോന്ന് <5 ആയിരിക്കും അല്ലേ, <5 ആയിരിക്കും. സോ ഇവിടെ 5 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് 5 × 6 എത്ര 30, 30/2 എത്ര 15 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ്. നിങ്ങൾ പിന്നെ നോക്കേണ്ടതെന്ന് പറയുമ്പം ഇപ്പോൾ എ ബിയിലൂടെ ഒരു ടൂർണമെൻറ്റ് കളിച്ച്, അങ്ങനെ എ ജയിച്ച്, അപ്പം നമുക്ക് എത്ര 2 പോയിൻറ്റ്സ് ആണ് കിട്ടിയത്. അപ്പം പിന്നെ വേറൊരു ആണ് ബിയും സിയും കൂടി കളിച്ച്, അപ്പോഴെന്തോന്ന് ബിക്കും സിക്കും ഡ്രോ ആയി, ആ മാച്ച് ഡ്രോ ആയി. അപ്പം 1+1 എത്ര 2 പോയിൻറ്റ്സ് അല്ലേ. അപ്പം നമ്മൾ എന്തായാലും 2 പോയിൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഒരു മാച്ചിന്. അപ്പം നമ്മൾ 15 × 2 എത്ര 30 ആയിരിക്കും നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് അല്ലേ. അപ്പം നമ്മുടെ ഇത് രണ്ടിൻ്റെയും ഇപ്പം 30 നിന്ന് നമ്മൾ 8 + 6 + 5 + 5 കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് കിട്ടൂലേ? കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 30 - 8 14 29, 14 24 കിട്ടും അല്ലേ. അപ്പം അതിനർത്ഥം എന്തോന്നാണ്? =6. അതിനർത്ഥം എന്താണ്? 6 കിട്ടിയാൽ ഇൻ്റെയും എഫിൻ്റെയും സമ്മ് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അപ്പം ഇവിടെ 6-ൻ്റെതായി ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണേ. ഇത് മനസ്സിലായല്ല? മനസ്സിലാവാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ, ബാക്ക് അടിച്ചൊന്ന് കാണണം. അപ്പോൾ നമ്മൾ 6 വരാണ്. അപ്പോൾ 6 വരുമ്പോൾ നമുക്ക് ഒരിക്കലും 5ഉം 1ഉം എടുക്കാൻ പറ്റില്ല. കാരണം എന്തോന്നാണ്? നമ്മുടെ ഇയും എഫും 5 പോയിൻറ്റ്സിനെയും കാട്ടി ചെറുതാണ്, കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 6ൻ്റെ പോസിബിലിറ്റീസ് ഏതൊക്കെ എടുക്കാം? 3ഉം 3ഉം എടുക്കാം, 4ഉം 2ഉം എടുക്കാം, 2ഉം 4ഉം എടുക്കാം അല്ലേ, ഇക്കും എഫിനും. എടുത്തുകൂടെ? അപ്പോൾ നമ്മൾ ഒരു മാച്ച് എന്തായാലും ഈ ലോസ് ആയി. അപ്പം 5-ൽ 1 കുറച്ചാൽ 4. അപ്പോൾ നമുക്ക് 2 × 2 ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം 2 മാച്ചസ് മാത്രമേ എനിക്ക് കളിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 2 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തോന്ന് എടുക്കാം? 4 × 1 എത്ര എടുക്കാം? 4 എന്ന് എടുക്കാം. അപ്പോൾ അതിനർത്ഥം എന്തോന്നാണ്? നമ്മുടെ ഡ്രോ പോയിൻ്റ് 4ഉം വിൻ എത്ര 0 ആയിരിക്കും. മനസ്സിലായോ? സോ നമുക്ക് ഇവിടെ 4 എന്ന് എടുക്കാം. അടുത്ത ഇവിടെ 2 എടുക്കുകയാണെങ്കിൽ 2 എടുക്കുമ്പോൾ നമുക്ക് എന്തോന്ന് പോസിബിലിറ്റി പറയാം? നമ്മളെ പോയിൻറ്റ്സ് 2 എന്നാൽ നമ്മൾക്കിപ്പം 2 × 1 ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു മാച്ച് മാത്രമാണ് എനിക്ക് കളിക്കുന്നത്, അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തോന്ന് പറയാം? കളിച്ചാൽ എല്ലാ കളിയും തോറ്റ്, 3 കളി എല്ലാ കളിയും തോറ്റ്, അപ്പം 0 വിന്നാണ്, ദെൻ 3 ലോസസ്, ദെൻ 2 ഡ്രോ. എങ്കിലല്ലേ 2 × 1 2 ആവുള്ളൂ, അല്ലാതെ ആവാൻ ഒരു ചാൻസും ഇല്ല. മനസ്സിലായോ? അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് റൗണ്ട് റോബിനിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് തരും. ആ ബോക്സ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യണം, അതിന് ശേഷമേ ബാക്കിയുള്ളത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാവൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇയും എഫും എങ്ങനെ വന്നു ഇതുവരെ മനസ്സിലായല്ല, ഇതെങ്ങനെ എടുത്തതെന്ന്. സോ ഇത് നമ്മളെ 6ന് നമ്മൾ എങ്ങനെയൊക്കെ എടുക്കാം? 3 3 4 2 3 4. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നോക്കാം, നമ്മളെ പോസിബിലിറ്റീസ് നോക്കാം. ഇൻ്റെ ഞാൻ ഒരു ബോക്സ് വരയ്ക്കാം. അപ്പം വിന്നും ഡ്രോയും അല്ലേ, ഞാൻ അത് രണ്ടുമാണ് എടുക്കുന്നത്. ഒരു പോയിൻ്റ് എന്തായാലും ഇവിടെ താണ്ട ഒരു ലോസ് എന്തായാലും നടന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്തോന്ന് എഴുതാം? 5 - 1 4 മാച്ചസേ ഇനി നടക്കുള്ളൂ. അപ്പം നമുക്ക് 8 ഇപ്പം 4 പോയിൻറ്റ്സാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മളിപ്പോൾ 4 മാച്ചസ് ജയിക്കുകയാണെങ്കിൽ എന്തോന്നാവും? നമ്മളെ പോയിൻറ്റ്സ് 8 ആവും അല്ലേ, 0. അതാണ്ട് 4 മാച്ചസിൽ 4 ജയിക്കുകയാണെങ്കിൽ നമുക്ക് 4 × 2 8 ആവും. എന്നാൽ നമ്മൾ 3 മാച്ച് ജയിച്ച് 1 മാച്ച് ഡ്രോ ആയി. അപ്പോൾ എന്തോന്ന്? 3 × 2 6, 6 + 1 7 പോയിൻറ്റ്സ്. അടുത്ത് നമ്മൾ 2 വിൻ ചെയ്ത്, 2 എണ്ണം ജയിച്ച് 2 എണ്ണം തോറ്റ്. അങ്ങനെ വരുമ്പോൾ 2 × 2 4 + 2 എത്ര 6 വരില്ലേ? അതും പറ്റൂല. നമുക്ക് 4 പോയിൻറ്റ്സ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 1 എടുക്കുകയാണ്. ഒരു കളി ജയിച്ച് ബാക്കിയെല്ലാം ഡ്രോ ആവും. അപ്പം അപ്പോഴും നമുക്ക് 5 പോയിൻറ്റ്സ് വരണം.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് വിന്ന് 0യും നമ്മൾ ഡ്രോ 4ഉം എടുത്തേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായാലും കമൻറ്റ് ബോക്സിൽ പറ, നമ്മൾ പിന്നെയും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളടുത്ത് ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ദി ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എൻഡഡ് ഇൻ ഡ്രോ ഈസ്. അപ്പോൾ 2+1 3 ഇതെല്ലാം കൂടി കൂട്ടണം. അപ്പം 2+1 3 6 10 12 12 എന്ന് എഴുതി വെച്ചാൽ കിട്ടും വലിയൊരു മുട്ടയല്ല മൈനസ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 12/2 എത്ര 6 എന്ന് പറഞ്ഞ് എഴുതും. മനസ്സിലായോ? നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്ന നമ്മളെ ഡ്രോയിൻ്റെ ടോട്ടൽ നമ്പറിൻ്റെ പാതിയാണ് നമ്മളെ ഡ്രോയിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എൻഡഡ് ഇൻ ദി ഡ്രോ ഈസ് 12/2. അത് മനസ്സിലാവാത്തവർ ഒരിക്കൽ കൂടി ആ വീഡിയോ കാണേണ്ടതാണ്. ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയ പിന്നെ പറയാന്ന് ക്വസ്റ്റ്യൻ എഴുതാം. വേണ്ട 5 മാർക്ക് കിട്ടണം. വിച്ച് നമ്പർ ഹയസ്റ്റ് നമ്പർ ഓഫ് വിച്ച് ഈസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ഡ്രോസ്. ഏതാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഡ്രോസ്? എ ആണോ? എ എത്ര 2, സി എത്ര 1, ഡി എത്ര 4, ഇ എത്ര സോറി ഡി 3ഉം ഇ 4ഉം. അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം, നമ്മൾ ഓപ്ഷൻ ഡി ഇ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? സോ നമുക്ക് അടുത്ത് ടോട്ടൽ പോയിന്റ്സ് ടീം എഫ് സ്കോർഡ് വാസ്. എഫ് എത്രയാണ് സ്കോർ ചെയ്തത്? 2 പോയിന്റ്സ് അല്ലേ? അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് എന്ന് എഴുതാം. ഈസി ആയിട്ട് കിട്ടിയില്ലേ 3 മാർക്ക്? 3 മാർക്കല്ല, കാറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? പറ. 3 × 3 9 മാർക്ക് കിട്ടി. അടുത്ത നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടീം വാസ് നോട്ട് ഡിഫീറ്റഡ് ബൈ ദി ടീം എ. ടീം എ തോപ്പിക്കാത്ത ആരാണ്? നമ്മുടെ ഈ 4 പേരുമായിട്ട് 4 ഡ്രോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? വേണ്ട, നമ്മൾ ചെയ്തിട്ടില്ലേ 4 ഡ്രോ ഉണ്ടെന്ന്. അപ്പം നമുക്ക് ആരൊക്കെ ആയിട്ടായിരിക്കും ഡ്രോ വരുന്നത്? എ ആയിട്ട് ഡ്രോ വരാം, ബി ആയിട്ട് ഡ്രോ വരുമോ? ഇല്ല. കാരണം എന്താണ്? ബിക്ക് 0 ഡ്രോ ആണ്. അപ്പം ബി ആയിട്ട് വരില്ല, സി ആയിട്ട് വരും, ഡി ആയിട്ട് വരും, ദെൻ എഫ് ആയിട്ട് വരും. അങ്ങനെ 4 പേരുമായിട്ടായിരിക്കും ഡ്രോ ആയിരിക്കും. അപ്പം നമ്മളെ ഓപ്ഷൻ നോക്കുക, ഇ ഉണ്ടെന്ന്. സോ ഇ ഇല്ല. ഇ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഇയെ കൊടുക്കുള്ളൂ. കാരണം എന്താണ്? കാരണം എന്ന് പറയുമ്പം എ ആയിട്ട് ഡ്രോ ആവും. എ ഒരിക്കലും ഇനെ ഡിഫീറ്റ് ചെയ്യൂല. അപ്പം നമ്മളടുത്തത് ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ടീം ബി ഡിഫീറ്റഡ് ടീം സി. ടീം ബി സിയെ തോൽപ്പിച്ചു അല്ലേ? അപ്പോൾ ആരാണ് തോറ്റത്? നമ്മുടെ സി ആണ് തോറ്റത്. അടുത്ത് സി ഡീൻ്റെ കൂടെ കളിച്ച്. അപ്പോഴെന്തോന്ന് പറ്റി? ടീം സി ഡിഫീറ്റഡ് ഡി. അപ്പം ഡീനെ സി തോൽപ്പിച്ചെന്നാണ് അതിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഒരു കാര്യം നോക്കിയേ, ടീം ഡി ഒരാളിൻ്റെ കൂടെ മാത്രമേ തോൽക്കുന്നുള്ളൂ. അത് ആരുടെ കൂടെയാണ്? സിയുടെ കൂടെയാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് പറഞ്ഞുകൂടെ, എക്ക് ഒരിക്കലും ഡിയെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സി ആൾറെഡി തോൽപ്പിച്ചതെന്ന്. ഇത് ഗിവൺ ആണ്. ഒരിക്കലും ക്വസ്റ്റ്യൻ പാതി വായിച്ചിട്ടിരിക്കില്ല. അപ്പം നമ്മളെ ഓപ്ഷൻ സി ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. എന്ത് എളുപ്പം നോക്കിയേ.